മാതാ അമൃതാനന്ദമയി ദേവിയുമായി വലിയ ആത്മബന്ധമാണ് എല്ലായ്പ്പോഴും നടൻ സലീം കുമാർ സൂക്ഷിച്ചിരുന്നത്. ഗുരുതരമായ രോഗാവസ്ഥയിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് അമ്മയാണെന്ന് അദ്ദേഹം പല വേദിയിലും തുറന്നു പറഞ്ഞിരുന്നു. ഈ നിൽക്കുന്ന സലീം കുമാർ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരി ഉള്ളൂ, അത് അമ്മയാണ്. കാരണം എനിക്കറിയാം, ഞാനൊരു മാരക രോഗത്തിന് അടിമയായപ്പോൾ എൻ്റെ ബന്ധുക്കൾ പോലും, ഞാൻ ഒരുപാട് സഹായിച്ച, എൻ്റെ ജീവിതകാലം കൊണ്ട് ഞാൻ സഹായിച്ച ബന്ധുക്കൾ പോലും എന്നെ കൈയൊഴിഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ അമ്മയുമായിട്ട് അത്ര ബന്ധമില്ല. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു അമ്മയോ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് അവർ ചെന്ന് കാണണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന്, അപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എങ്ങനെയാണ് ഇതുവരെ കാണാത്തൊരാളോട് സഹായം ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയൊന്ന് കാണാം. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ വന്നതെന്ന് ചോദിച്ചു. അന്ന് എനിക്ക് 45 വയസ്സേ ഉള്ളൂ, അന്ന് 4 കൊല്ലം മുമ്പ്. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ എഴുതിക്കുന്നത് 59 വയസ്സാണ് എനിക്ക് ഈ അമൃതയിലെ രജിസ്റ്ററിൽ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് 45 വയസ്സുള്ളൂ, അമൃതയിലെ രജിസ്റ്ററിൽ എഴുതിയേക്കുന്നത് 59 വയസ്സാണ്, അതൊന്ന് മാറ്റി തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിച്ചിരിച്ചു. ഞാനും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ധൈര്യമായിട്ട് പോയി ഓപ്പറേഷൻ ചെയ്യൂ മകനെ, നിന്നെ എനിക്ക് വേണം എന്ന് ലോകത്താരെങ്കിലും എന്നോട് പറഞ്ഞത് അമ്മ മാത്രമായിരുന്നു. ആ ഇരുട്ടിൽ നിന്നിരുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ ആ ജീവിതം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ ഒരു മകനായിട്ട് മരണം വരെ, എൻ്റെ മരണം വരെ അമ്മയുടെ ഒരു മകനായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് അമ്മ എന്നെ അനുഗ്രഹിക്കും എന്ന് തന്നെ ഉറപ്പുണ്ട്. മനസ്സിന് വിഷമം തോന്നുന്ന ഘട്ടത്തിലൊക്കെ അമ്മയെ കാണാറുണ്ടായിരുന്നുവെന്നും അമ്മയെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിന് ശാന്തത ലഭിക്കുകയും ശരീരത്തിലേക്ക് ഊർജം റീചാർജ് ചെയ്യപ്പെടുന്നതായും സലീം കുമാർ പറഞ്ഞിരുന്നു. വളരെ മാനസികമായ വ്യഥ അനുഭവിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓടി വന്ന്, അമ്മ എവിടെയായിരുന്നാലും ഞാൻ അമ്മയെ കാണാൻ വന്ന് തിരിച്ചു പോകുന്നത് നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടിയായിരുന്നു എന്നും.